ഗൈസ് വെൽക്കം ബാക്ക്. നമസ്കാരം. അപ്പോൾ റൂബൻ അമോറിമിനെ ഒഫീഷ്യലായിട്ട് തന്നെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഇന്നലെയായിരുന്നു അദ്ദേഹം ഓൾഡ് ട്രാഫോർഡിൽ പ്രസൻറ്റേഷൻ ചെയ്തത്. ശരിക്ക് നമ്മൾ ഈ യുണൈറ്റഡ് ഫാൻസിനൊക്കെ ഭൂരിഭാഗം യുണൈറ്റഡ് ഫാൻസിൻ്റെയും ഒരേ ഒരു ആഗ്രഹമായിരിക്കും ആ ഒരു ചുവന്ന ചെകുത്താൻ കോട്ടയിലേക്ക് പോകണമെന്നുള്ളത്. അതായത് ഓൾഡ് ട്രാഫോർഡിൽ പോകണം, കളി കാണാനല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ആ ഒരു ആംബിയൻസ്, നമ്മൾ ആ ഒരു ഓൾഡ് ട്രാഫോർഡ് ആ ടണലിലൂടെ പോകുന്ന ആ ഒരു ഫീൽ എക്സ്പീരിയൻസ് എൻ്റെയൊക്കെ ഭയങ്കര, ഇപ്പോഴും എൻ്റെ ഒരു ഡ്രീമാണത്. എന്തായാലും ഒരു ദിവസം ഒന്ന് അവിടെ ഓൾഡ് ട്രാഫോർഡിലൊന്ന് പോകണം. അത് ഒരു ബിഗ് മൊമെൻ്റ് ആയിരിക്കും അത്. അപ്പോൾ ഇന്നലെ ആ അമോറിമിൻ്റെ അവിടുത്തെ ആ പ്രസൻറ്റേഷനൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ കാണണമായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഒരു വീഡിയോ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ ട്രോഫി ക്യാബിനറ്റും പിന്നെ നമ്മുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ആ ടൈമിൽ അവിടെ ടൂർ, അതായത് സ്റ്റേഡിയം ടൂറിന് വന്ന കുറച്ച് ഫാൻസിനെ അദ്ദേഹം സർപ്രൈസ് ചെയ്ത വീഡിയോ, അതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എന്താ പറയുക, ഇത്രയും കാലം വന്ന മാനേജേഴ്സിൽ നിന്നും എന്തോ ഒരു അമോറിമിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു പ്രതീക്ഷ. സർ അലക്സ് ഫെർഗൂസന് ശേഷം പുതിയ ഒരാൾ വന്നതിൽ എന്തോ ഒരു സംഭവം അമോറിമിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും എന്തോ ഒരു കാരണം പുള്ളിയുടെ ആ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ പുള്ളി പറഞ്ഞത് ഐ നോ വേർ ദിസ് ക്ലബ് ടു ബി ബിലോങ്സ് എന്നാണ് പറഞ്ഞത്. അതായത് എവിടെ ഈ ക്ലബ്ബ് ഉണ്ടായിരിക്കണമെന്നും എന്ന് എനിക്ക് നല്ലതാണ്. അതായത് നമ്മൾ ഫാൻസ് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് പുള്ളിയുടെ മനസ്സിലും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. അപ്പോൾ എന്തായാലും 24-ാം തീയതി ഫസ്റ്റ് ഗെയിം ഇൻ ചാർജ്. അപ്പോൾ അതും ഇന്നലത്തെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഫസ്റ്റ് ഗെയിമിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എൻ്റെ പ്ലാൻ, എങ്ങനെയായിരിക്കും ഞാനത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. 3-4-3 തന്നെ ആയിരിക്കും, മോസ്റ്റ്ലി 3-4-3 തന്നെ ആവാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. അതല്ലെങ്കിൽ 3-5-2. പിന്നെ കുറച്ച് ട്രാൻസ്ഫർ റൂമേഴ്സൊക്കെ കേൾക്കുന്നുണ്ട്, ഗുയിക്കോറസിനെ കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളത് കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒഫീഷ്യലാണോ കൺഫേംഡ് ആണോ എന്നറിയില്ല. ഫേക്ക് ന്യൂസുകൾ വരും. കാരണം പുതിയൊരു മാനേജർ വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ കൂടെ കളിച്ച് സെറ്റായിട്ടുള്ള കുറച്ച് നല്ല സ്പോർട്ടിങ്ങിൽ നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഓഫ് കോഴ്സ് വരും. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. പക്ഷേ വിൻ്ററിൽ ആരെയും കൊണ്ടുവരില്ല എന്നാണ് അമോറിം ഫസ്റ്റ് പറഞ്ഞത്. അത് ചിലപ്പം അങ്ങനെ പറഞ്ഞു വിട്ടതായിരിക്കും. പക്ഷേ ഈ സിർഗ്സിനെയൊക്കെ ഒഴിവാക്കേണ്ട ടൈം ആയിട്ടുണ്ട്. ചങ്ങായിക്കൊന്നും സെറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രീമിയർ ലീഗിൽ അഡാപ്റ്റ് ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിയുടെ കളിശൈലി തന്നെ ഭയങ്കര മാറ്റമാണ്. ഇപ്രാവശ്യം എന്തിനാണ് അവനെ പർച്ചേസ് ചെയ്തതെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ബാക്കി എന്തായാലും കണ്ടു തന്നെ അറിയാം മുന്നോട്ടുള്ളത്. എന്തായാലും ഫുൾ പോസിറ്റീവാണ്. ഈ ഇയറിൽ 2024 ഇനി അമോറിമിന് 10 ഗെയിംസാണുള്ളത്. ആ 10 ഗെയിംസിൽ ബിഗ് ഗെയിംസ് ആയിട്ട് വരുന്നത് സിറ്റി, ആഴ്സണൽ, ടോട്ടൻഹാം. ടോപ്പ് 6 വരുന്ന കളികൾ ഇതൊക്കെയാണ്. ബാക്കിയൊക്കെ പിന്നെയും മാനേജ് ചെയ്യാം. പിന്നെ ഇപ്പം ടോപ്പ് 6 നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരെ കൂടി കളിയുണ്ട്. പക്ഷേ നമ്മുടെ മെയിൻ ക്ലബ്ബുകളായിട്ടുള്ള സിറ്റീൻ്റെ കൂടെ ഒരു അവേ മാച്ച് ഉണ്ട്, ആഴ്സണലിൻ്റെ കൂടി ഒരു അവേ മാച്ച് ഉണ്ട്. അതിലൊക്കെ ഒരു പക്ക ഒരു അഡാറ് പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷയും ഉണ്ടാവില്ല, പിടിച്ചാൽ കിട്ടില്ല, ഷുവറാണത്. പിന്നെ നെക്സ്റ്റ് ഇയർ 2025 സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഒരു നോൺ സ്റ്റോപ്പ് ട്രെയിന് പോകുന്നത് പോലെ പോകാൻ പറ്റിയാൽ വെരി ഗുഡായിരിക്കും. അപ്പോൾ എന്തായാലും ആ അമോറിമിൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഇന്നലെയായിരുന്നു. അത് ഫസ്റ്റ് പ്രസൻറ്റേഷൻ ഓൾഡ് ട്രാഫോർഡിൽ ഫസ്റ്റ് പ്രസൻറ്റേഷനും കഴിഞ്ഞ് ഫസ്റ്റ് ഇൻ്റർവ്യൂവിന്. ആ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ പുള്ളി അത് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് നന്നായി അറിയാം ഈ ക്ലബിൻ്റെ സപ്പോർട്ടേഴ്സിനെയും ഫാൻസിനെയും ഈ ക്ലബിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്നാൽ കഴിയുന്നത് എല്ലാം ഞാൻ ചെയ്യുന്നു. കാരണം ഇത്രയും കാലം നമുക്ക് വന്ന മാനേജേഴ്സിൽ ഇത്ര യങ് ആയിട്ടുള്ള ആരും ഉണ്ടായിരുന്നില്ല. ഇൻ്റർവ്യൂമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നിസ്റ്റൽ റൂയി ഉണ്ടായിരുന്നു, കാരിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഈ 39 ഇയേഴ്സ് ഓൾഡിൽ ഇങ്ങനെ ഒരു ഹൈ പൊസിഷൻ, അതായത് ഫുൾ ടൈം മാനേജറിൽ ഫസ്റ്റ് ടൈം കോച്ച്, അതായത് പെർമനൻറ്റ് കോച്ചായിട്ട് ഇത്ര യങ്ങായിട്ട് ആരും ഇതുവരെ അലക്സ് ഫെർഗൂസന് ശേഷം വന്നിട്ടില്ല. അപ്പോൾ അതും കൂടി ആവുമ്പം പ്ലേയേഴ്സിന് കുറച്ചും കൂടി ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവും തോന്നുന്നത്. പിന്നെ ടെൻഹാഗ് പോയതിന് ശേഷം കുറേ പ്ലേയേഴ്സ് ഭയങ്കര ഫോമാണ്. ബ്രൂണോ ഇന്നലെയും ഗോളിട്ടുണ്ടായിരുന്നു, ഉഗാർട്ടെ ഗോളിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ടെൻഹാഗ് പോയതിന് ശേഷം എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി വെയിറ്റ് ചെയ്യുന്നു ഫസ്റ്റ് അമോറിമിൻ്റെ ഫസ്റ്റ് ഗെയിമിന് വേണ്ടിയിട്ട്. അപ്പോൾ കാണാം നമുക്ക്. ആ ടൈമിലേക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായി വരുന്നതായിരിക്കും. ബൈ.